ഇന്നത്തെ വീഡിയോ കുറച്ച് ലെങ്തി ആയി പോയിട്ടുണ്ട്. കാരണം ഇത് ഷർട്ട് മെഷർമെൻറ്റ് എടുക്കുന്നതും അത് കട്ട് ചെയ്യണ വീഡിയോ ആണ്. ഷർട്ട് ആദ്യമായിട്ട് തയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ ഈ വീഡിയോ നല്ല യൂസ്ഫുള്ളായിട്ടൊരു വീഡിയോ ആണ്. അപ്പോൾ ഇത് ഫുള്ളായിട്ട് കണ്ടാലേ മനസ്സിലാവുള്ളൂ. അപ്പോൾ മോനെ അളവെടുത്ത് നിങ്ങൾ കണ്ടില്ല. അപ്പോൾ ഈ അളവ് നമ്മൾ 6-7 ഏജുള്ളൊരു കുട്ടിക്കാണ് ഷർട്ട് അടിക്കുന്നത്. അതിൻ്റെ അളവ് എടുത്ത അളവാണ് ഞാൻ എഴുതി വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് കുറച്ചും കൂടി അളവ് നമുക്ക് കണ്ടുപിടിക്കാണ്ട്. അപ്പോൾ ലെങ്ത്ത് നമുക്ക് 17 കിട്ടിയത്. ഈ 17 1.5 കൂട്ടിയിട്ട് 19 നമ്മൾ ഇനി ക്ലോത്തിൽ അളവെടുക്കൽ. അതുപോലെ സ്ലീവ് ലൂസ് നമുക്ക് 10 ആയിരുന്നു. അത് ആം ഹോൾ നമുക്ക് കണ്ടുപിടിക്കൽ അങ്ങനെയാണ്. അതിന് നമുക്കത് 2 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് 5 ആണ്. ഈ ആം ഹോൾ ഇങ്ങനെ അല്ലാതെ നമുക്ക് ചെസ്റ്റിൻ്റെ അളവ് കിട്ടിയാലും ഈ ചെസ്റ്റിൻ്റെ അളവ് 23 കിട്ടിയാലും നമുക്ക് ഈ ആം ഹോൾ കണ്ടുപിടിക്കാൻ പറ്റും. അതിന് നമ്മൾക്ക് 4 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് അതിൽ നിന്നൊരു 3/4 ഇഞ്ച് കുറച്ചാൽ മതി. അപ്പോൾ നമുക്ക് ഈ 5 കിട്ടും. പിന്നെ നമുക്ക് കണ്ടുപിടിക്കാനുള്ള ഈ ഷോൾഡർ 11.5 ആയിരുന്നു. അതിൽ നിന്ന് നമുക്ക് ഷോൾഡർ ഡൗൺ കണ്ടുപിടിക്കാണ്ടേ. കാരണം ഷർട്ടിൻ്റെ മുൻഭാഗത്ത് കുറച്ച് ഡൗൺ ആയി കിടക്കില്ല. നമ്മൾ സാധാ ചുരിദാർ പോലെ ഒന്നുമല്ലല്ലോ ഷർട്ടിൻ്റെ ഷോൾഡർ കിടക്കൽ. അപ്പോൾ കുറച്ചും കൂടി താഴെ ഭാഗത്തേക്ക് കിടക്കില്ലേ. അപ്പോൾ അത് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് ഈ ഷോൾഡറിൽ 11.5 ആണെങ്കിൽ അതിനെ നമുക്ക് 10 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് കിട്ടുന്നതാണ് 1.25. അപ്പോൾ ഈ ഷോൾഡർ ഡൗൺ 1.25 കിട്ടിയിട്ടുള്ളത്. പിന്നെ നമുക്ക് ഷോൾഡറാണ് കണ്ടുപിടിക്കാനുള്ളത്. അത് 11.5 ആയിരുന്നു പേപ്പറിൽ കിട്ടിയിട്ടുള്ളത്. അതിന് നമുക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് കിട്ടിയത് 5.25. അതിലേക്ക് നമ്മൾക്ക് അര ഇഞ്ച് പ്ലസ് ചെയ്തിട്ട് 6.25 കിട്ടിയിട്ടുണ്ട്. പിന്നെ നെക്ക് റൗണ്ട് 10.5 ആയിരുന്നു. ഈ നെക്ക് റൗണ്ട് നമുക്ക് എന്തിനാ വെച്ചാൽ നെക്ക് ലെങ്ത്തിനും നെക്ക് വിഡ്ത്തിനും നെക്ക് റൗണ്ട് നമുക്ക് ഡിവൈഡ് ചെയ്തിട്ടാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ നെക്ക് റൗണ്ട് 10.5 ആയിരുന്നു. ഈ 10.5ക്ക് പ്ലസ് 1 ചേർത്തിട്ട് നമ്മൾക്ക് ആദ്യം 11.5 ആക്കി മാറ്റണം. കാരണം അത്ര ടൈറ്റിൽ നമ്മൾ എന്തെങ്കിലും നെക്ക് ഇടുമ്പോൾ 1 ഇഞ്ച് കൂട്ടിയിട്ട് 11.5 ആക്കണം. പിന്നെ ഈ 11.5 നമുക്ക് 5 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ടാണ് നെക്കിൻ്റെ ലെങ്ത്തും വിഡ്ത്തും കണ്ടുപിടിക്കുന്നത്. ഇപ്പോൾ ഈ നെക്കിൻ്റെ ലെങ്ത്തും വിഡ്ത്തും ഈ 2.25 തന്നെയാണ്. പിന്നെ ഉള്ളത് ചെസ്റ്റ് 23 ആണ്. ഈ 23 നമുക്ക് 4 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് 5.25 കിട്ടും. അതിലേക്കൊരു 2 ഇഞ്ച് കൂട്ടിയിട്ടാണ് നമുക്ക് 7.25 കിട്ടുന്നത്. ഇതാണ് നമ്മൾ ചെസ്റ്റിനെ അടയാളപ്പെടുത്തുന്നത്. പിന്നെ സ്ലീവിൻ്റെ പാർട്ട് കട്ട് ചെയ്യുമ്പോഴാണ് സ്ലീവ് 5.5 കിട്ടിയിട്ടുള്ളത്. 5.5ക്ക് നമുക്ക് തയ്യൽ തുമ്പ് മേൽഭാഗം അരഭാഗവും 1/2 ഇഞ്ചും പിന്നെ താഴെ 1.5 ഇഞ്ചും മടക്കി അടിക്കാനോട് കൂട്ടിയിട്ട് സ്ലീവിൻ്റെ ലെങ്ത്ത് എടുത്തിട്ടുള്ളത് 7.25 ആയിരുന്നു. ഇത് സ്ലീവിൻ്റെ പാർട്ടാണ്. ഇത് സ്ലീവ് കട്ട് ചെയ്യുമ്പോൾ നമുക്കിത് കാണിക്കാം. അപ്പം ഇനി നമുക്ക് പേപ്പറിൽ കട്ട് ചെയ്യാം. പേപ്പറിൽ കട്ട് ചെയ്യുമ്പോൾ ഞാൻ ഈ സെൻറ്റിമീറ്ററിൽ ഫുള്ളായിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പോൾ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം, ഇവിടെ ഒരു 2 ഇഞ്ച് മടക്കി വെക്കണം. കാരണം 2 ഇഞ്ച് നമ്മൾ ഒഴിവാക്കിയിട്ടാണ് ഷർട്ട് എപ്പോഴും അടയാളപ്പെടുത്തിയിട്ട് കട്ട് ചെയ്യൽ. അപ്പോൾ ഈ 2 ഇഞ്ച് നമുക്ക് ഇങ്ങോട്ട് മടക്കി വെക്കാം. ഇനി നമുക്ക് ലെങ്ത്ത് നോക്കിയിട്ടുള്ളത് 19 ഇഞ്ചാണ്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് 19 ഇഞ്ച് ഇവിടെ അടയാളപ്പെടുത്താം. അതിൽ നമുക്കൊരു ലൈൻ വരച്ച് കൊടുക്കാം. പിന്നെ നമുക്ക് ഇനി അടയാളപ്പെടുത്താതെ ഈ 5 ഇഞ്ചാണ്. ഇതിവിടെ ജസ്റ്റ് ഒന്ന് അടയാളം ഇട്ട് വെക്കാം നമുക്ക് ഈ 5 ഇഞ്ച്. അടുത്തുള്ളത് ഷോൾഡർ ഡൗൺ ആണ്. അത് 1.25 ഇഞ്ച്. അതും നമുക്കിവിടെ ജസ്റ്റ് ഒന്ന് അടയാളപ്പെടുത്തി വെക്കാം. ഇനി നമുക്ക് അടയാളപ്പെടുത്തുള്ളത് ഷോൾഡറാണ്. ഷോൾഡർ നമുക്ക് വന്നിട്ട് 6.25 അത് നമുക്ക് ഇവിടെ ജസ്റ്റ് ഒന്ന് എല്ലാം അടയാളപ്പെടുത്തണുള്ളൂ. കാരണം നമുക്ക് നെക്കും കൂടി വരച്ചിട്ടാണ് അത് വരക്കാനുള്ളത്. അപ്പോൾ നെക്ക് ഞാൻ പറഞ്ഞ് നെക്ക് വിഡ്ത്തും ലെങ്ത്തും വന്നിട്ടുള്ളത് കോളറിന് 1 കൂട്ടിയിട്ട് അതിന് 5 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് കിട്ടിയതാണ് 2.25. അപ്പോൾ ഈ 2.25 തന്നെയാണ് നമ്മൾ നെക്ക് വിഡ്ത്തും ലെങ്ത്തും കൊടുക്കുന്നത്. ഇനി ജസ്റ്റ് ഇങ്ങനെ ഒരു റൗണ്ട് നമുക്ക് വരച്ച് കൊടുക്കാം. നമുക്ക് ഇവിടുന്ന് ഈ പോയിൻ്റ് ഉണ്ടല്ലോ, ഈ ഷോൾഡർ നമ്മൾ അടയാളപ്പെടുത്തിയില്ല, ഈ പോയിൻ്റൊക്കെ നമുക്ക് ഇവിടെ നിന്ന് ഒരു ചെരിച്ചിട്ടൊരു ലൈൻ വരച്ച് കൊടുക്കാം. ഇനി നമുക്ക് ഇവിടെ ഈ ഒരു ലൈനിൽ നമുക്ക് ചെസ്റ്റ് അടയാളപ്പെടുത്താണ്ട് ചെസ്റ്റ് നമ്മൾ കൂട്ടി വെച്ചില്ല, അത് 23 ആയിരുന്നു. 23നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് നമുക്ക് 5.25 കിട്ടി.
അതിന് നമുക്ക് 2 പ്ലസ് ചെയ്തിട്ട് 7.25 ഇട്ട് ഇത് നമ്മൾ ഇതിൽ തന്നെയാണ് തയ്യൽ തുമ്പൊക്കെ 1/2 ഇഞ്ച് പോണത്. അപ്പോൾ നമുക്ക് അവിടെ 7.25 മാർക്ക് ചെയ്യാം. ഷോൾഡർ മാർക്ക് ചെയ്തില്ലേ, അതിന് ഈ ഇതിലേക്കൊരു ലൈൻ ഇട്ട് കൊടുക്കാം. ജസ്റ്റ് ഇങ്ങനെ വരച്ച് കൊടുക്കാം. ഇനി കുട്ടികളുടേതായതുകൊണ്ട് നമുക്ക് ഇവിടെയൊക്കെ ഇതേ വിടുത്ത് തന്നെ എടുത്താൽ മതി. പിന്നെ നമുക്ക് ഇവിടെ ഒരു 1/2 ഇഞ്ച് വിട്ടിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു കുഴിച്ച് വെട്ടുണ്ട്, ഫ്രണ്ട് പാർട്ടായതുകൊണ്ട്. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് കട്ട് ചെയ്തപ്പോൾ ഇങ്ങനെ വന്നിട്ടുണ്ടാവും. നമുക്കിതിൻ്റെ ഇത് കട്ട് ചെയ്തതിന് ശേഷം മാത്രമേ നമുക്ക് ബാക്ക് പാർട്ട് കട്ട് ചെയ്യാൻ പറ്റുള്ളൂ ഇത് വെച്ചിട്ട്. അപ്പോൾ നമുക്കിതിൻ്റെ ബാക്ക് പാർട്ട് കട്ട് ചെയ്യാം. ബാക്ക് പാർട്ട് എടുക്കുമ്പോൾ നമുക്ക് ഇത് നടു മടക്കിയിട്ടാണ് എടുക്കാനുള്ളത്. ബാക്ക് പാർട്ട് എപ്പോഴും നമുക്ക് ചെയ്യാനുള്ളത് ഇവിടുന്ന് അകലെ 2 ഇഞ്ച് വിട്ടിട്ട് ഇവിടെ മേൽഭാഗം 2 ഇഞ്ച് വിട്ടിട്ടാണ് നമ്മൾ ഈ ബാക്ക് പാർട്ട് വെച്ച് കൊടുക്കൽ. പിന്നെ ഇവിടെ ഇത് മുട്ടിച്ച് വെച്ച് കൊടുക്കുമ്പോൾ ഇവിടെ നമ്മൾ ഒരു 1/2 ഇഞ്ച് വിടാണ്ട്, ഇവിടെ ഒരു 1/2 ഇഞ്ച് വിടാണ്ട്. കാരണം ബാക്ക് പാർട്ടിൽ ക്ലോത്ത് അത്ര വീതി വേണ്ട, ഫ്രണ്ട് പാർട്ടിൽ വീതി ഉള്ളത് പിന്നെ 1/2 ഇഞ്ച് വിട്ടിട്ടാണ് നമ്മളിവിടെ വെച്ച് കൊടുക്കൽ. അപ്പോൾ ഇത് നല്ല ശ്രദ്ധിച്ചിട്ടാണ് നമ്മളിത് ആദ്യം വെച്ച് കൊടുക്കൽ. നമ്മൾ വെച്ച് കൊടുത്തിട്ട് നമുക്കൊരു പിൻ ചെയ്ത് വെക്കാം ആദ്യം. ഇനി നമുക്ക് ഫസ്റ്റ് ഇതിൻ്റെ നെക്ക് അടയാളപ്പെടുത്താം. നെക്കിൻ്റെ ഈ ബാക്ക് പാർട്ടിൻ്റെ നെക്കിൻ്റെ ലെങ്ത്ത് വന്നിട്ട് നമ്മൾ ഈ ഷോൾഡർ ഡൗൺ കൊടുത്തില്ല 1.25, ഈ 1.25 നമുക്ക് ബാക്ക് പാർട്ടിൽ ലെങ്ത്ത് ആക്കിയിട്ട് എടുക്കുന്നത്. പിന്നെ ബാക്ക് പാർട്ടിൽ നെക്കിൻ്റെ വെടുത്ത് എടുക്കുന്നത് സാധാ വെടുത്ത് തന്നെ 2.25. നമുക്കിതിങ്ങനെ വരച്ച് കൊടുക്കാം. നമ്മൾ ഇതിൻ്റെ 2 ഇഞ്ച് ഇവിടെ അടയാളപ്പെടുത്തില്ല, ഇതേ 2 ഇഞ്ച് ഇങ്ങോട്ടും അടയാളപ്പെടുത്താം. ഒന്ന് ചെരിച്ചിട്ട് അടയാളപ്പെടുത്തി കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഈ ഷോൾഡറിൻ്റെ ഇതേ വീതി എടുത്തിട്ട് ഇതേ വീതി എടുത്തിട്ട് ഇവിടേക്ക് വരച്ച് കൊടുത്തിട്ടുണ്ട്. ഇവിടെ 2.25 എടുത്തത്, ആദ്യം എടുത്തത് നമ്മൾ കുറച്ച് തെറ്റിപ്പോയി. അപ്പോൾ ഞാൻ പിന്നെ 2.25 എടുത്തത്, കാരണം ഇതേ വിടുത്ത് വരണം ഇവിടെ. പിന്നെ നമ്മൾ ഇതേ വിടുത്ത് വരണം ഇവിടുന്ന് ഇവിടേക്കും. ഇനി നമുക്ക് ഈ ഒരു ഇത് ഇവിടേക്ക് മുട്ടിച്ചിട്ട് ആം ഹോളും കണ്ട് വരച്ച് കൊടുക്കാം. അപ്പോൾ ബാക്ക് പാർട്ടിൽ എല്ലാ അടയാളങ്ങളും നമ്മൾ അടയാളപ്പെടുത്തിയിട്ട് കട്ട് ചെയ്യാൻ പോകണം. അപ്പോൾ മനസ്സിലായി എന്ന് കരുതുന്നു എല്ലാവർക്കും. അപ്പോൾ ഫസ്റ്റ് നമ്മൾ എന്താ ചെയ്യാനുള്ളത് വെച്ചാൽ 2 ഇഞ്ച് അകലം വിട്ടിട്ടാണ് ഈ ക്ലോത്ത് വെക്കാനുള്ളത് തന്നെ. അങ്ങനെ വെച്ചതിന് കഴിഞ്ഞതിന് ശേഷം ഇവിടെ നമ്മൾ ശ്രദ്ധിക്കാനുള്ളത് 1/2 ഇഞ്ച് വിട്ടിട്ടാണ് ഈ ഒരു ക്ലോത്ത് ഇവിടെ വെക്കാനുള്ളത്. പിന്നെ നമുക്ക് അടയാളപ്പെടുത്താനുള്ളത് ഷോൾഡർ ഡൗൺ നമ്മൾ കണക്കൂട്ടി കിട്ടിയത് 1.25. ഈ ഷോൾഡർ ഡൗൺ നമുക്ക് ഇതിൻ്റെ ലെങ്ത് ആക്കിയിട്ട് കൊടുക്കാം. പിന്നെ ഇതേ വിടുത്ത് നമ്മൾ എടുത്തത് 2.25 നെക്കിൻ്റെ വിടുത്ത് എടുത്തത്. ഈ 2.25 നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങോട്ട് കൊടുക്കുക. ഈ 2.25ൻ്റെ ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഇതേ വിടുത്ത് നമുക്ക് ഇവിടുന്ന് അടയാളപ്പെടുത്തിയിട്ട് ഇവിടെ കൊടുക്കുക. അപ്പോൾ നമുക്ക് കുറച്ചൊരു ഡിസ്റ്റൻസ് ആയിട്ടാണ് ഇവിടെ കിട്ടൽ ഷോൾഡർ. അപ്പോൾ അതേ ഡിസ്റ്റൻസിൽ നിന്ന് നമ്മൾ കുറച്ച് ഇത് ഈ ആം ഹോളിൻ്റെ ഫ്രണ്ടിലത്തെ ആം ഹോളിൻ്റെ ഇങ്ങോട്ട് കർവാക്കിയിട്ട് വരച്ച് കൊടുക്കുകയാണ് ചെയ്യൽ. അപ്പോൾ ഇത്രയുള്ളൂ ബാക്ക് പാർട്ട്. ഇനി നമുക്ക് കട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ ബാക്ക് പാർട്ടും കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഷർട്ടിൻ്റെ. ഇനി നമുക്ക് ബാക്ക് പാർട്ട് ഇത് ഫുള്ളായിട്ട് കട്ട് ചെയ്തെടുത്തതാണ്. നമ്മൾ ഇവിടെ ഇങ്ങനെ വേറൊരു ക്ലോത്ത് വെക്കും. അത് നമ്മൾ ചെറിയ കുട്ടിയായതുകൊണ്ട് നമുക്ക് ഇതിമേൽ തന്നെ അറ്റാച്ച് ചെയ്ത് കണ്ട് കൊടുക്കാം. വലിയ ആണുങ്ങൾക്കൊക്കെ ഷർട്ട് തയ്ക്കുമ്പോൾ അത് വേറെ തന്നെ പീസാക്കിയിട്ട് കട്ട് ചെയ്യണം. അപ്പോൾ ഇത് ചെറിയ കുട്ടികളുടേതായതുകൊണ്ട് നമുക്ക് ഇതിമേൽ തന്നെ നമുക്ക് ഇത് വെച്ചിട്ട് തന്നെ നമുക്ക് മെഷർ എടുത്തിട്ട് ഇതിമേൽ തന്നെ അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് കിട്ടാനുള്ളത് ഷോൾഡറിൻ്റെ ഈ ഒരു ബാക്ക് പാർട്ടിലെ ഒരു പീസാണ്. അത് എല്ലാവർക്കും അറിയാം ഇങ്ങനൊരു പാർട്ടാണെന്നുള്ളത്.
അപ്പോൾ ഈ പാർട്ടിൻ്റെ ഈ ലെങ്ത്ത് ഉണ്ടല്ലോ, ഈ ലെങ്ത്ത് ചെറിയ കുട്ടികൾക്കൊക്കെ അധികം കൊടുക്കൽ ഒരു 4, 4.5, 4.25 പിന്നെ വലിയവർക്ക് 6, 6.5 അങ്ങനെയൊക്കെ എടുക്കും. അപ്പോൾ നമുക്ക് ഇവിടെ കൊടുക്കാനുള്ളത് 4.25 ഞാൻ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഈ 4.25 ഇതിൽ ആദ്യം ഒരു ക്ലോത്ത് എടുത്തിട്ട് ആദ്യം 4.25 ഇവിടെ അടയാളപ്പെടുത്താം. നമുക്കിത് രണ്ടാക്കിയിട്ട് മടക്കിയിട്ട് നമ്മൾ ഇത് ബാക്ക് പാർട്ട് വെട്ടില്ലേ, അതന്നെ നമുക്ക് ഇവിടെ വെച്ചിട്ട് അടയാളപ്പെടുത്തിയിട്ട് കട്ട് ചെയ്ത് കൊടുക്കാം. നമ്മൾ ഈ 4.25 വരച്ച ഇവിടെ തന്നെ ഇത് വരാൻ ശ്രദ്ധിക്കാം. ഇത് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് നമ്മൾ ഫസ്റ്റ് തന്നെ എന്ത് ചെയ്യുക, ഫസ്റ്റ് ഭാഗം നമ്മൾ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് മടക്കി അടിച്ചു കൊടുക്കുക. ഇവിടെ ഒരു 1/2 ഇഞ്ച് മടക്കി അടിച്ചു കൊടുക്കുക. എന്നിട്ട് അത് വെച്ചിട്ട് ഇവിടെ ഈ ഭാഗം മാത്രം ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഷർട്ടുമില്ല, അത് ഞാൻ ചെറിയൊരു ക്ലോത്തിൽ വെട്ടിയിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഇത് നമുക്കിവിടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. നമ്മൾ സ്ലീവ് വെട്ടി കൊടുക്കാം. നമുക്ക് സ്ലീവ് വെട്ടി കൊടുക്കുമ്പോൾ നമുക്ക് സ്ലീവിന് 4 മടക്കാക്കിയിട്ടാണ് ക്ലോത്ത് മടക്കാനുള്ളത്. ഇതുപോലെ 2 എണ്ണമാക്കി മടക്കണം. അപ്പോൾ നമുക്ക് സ്ലീവ് ലൂസ് വന്നത് 10 പിന്നെ 5 നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഒരു 5.5 വീതി എടുത്തുകൊണ്ട് നമുക്ക് മടക്കിയാൽ മതി. ഈ സ്ലീവിൻ്റെ ലെങ്ത്ത് വന്നിട്ടുള്ളത് നമുക്ക് 7.25 അപ്പോൾ നമുക്ക് 7.25 ഇവിടെ അടയാളപ്പെടുത്തി കൊടുക്കാം. ഇനി നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് സ്ലീവ് നമുക്ക് ഇങ്ങനെ കുഴിച്ച് വരില്ലേ മടക്കിയിട്ട്. അപ്പോൾ ഈ കുഴിച്ച് വരുന്നത് ഈ ഒരു ലെങ്ത്താണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. അതിന് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് ചെസ്റ്റ് 8 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് പിന്നെ -1/2 കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് ഇവിടെ ചെസ്റ്റ് കിട്ടിയിട്ടുള്ളത് 23. അതിനെ 8 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് കിട്ടൽ 2.25. പിന്നെ നമുക്ക് 1/2 മൈനസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് 2.25 കിട്ടും. അപ്പോൾ ഇതാണ് ഇവിടെ ഈ 2.25 ഇവിടെ അടയാളപ്പെടുത്തി കൊടുക്കൽ. അപ്പം നമുക്ക് ഈ 7.25 ഒരു വര വരച്ചിട്ട് നമുക്ക് 1.5 മടക്കി അടിക്കാണ്ട് അടിഭാഗത്ത് അത് നമുക്ക് അടയാളപ്പെടുത്തി കൊടുക്കാം. 1.5 നമുക്ക് അടയാളപ്പെടുത്താനുള്ളത് ഈ ആം ഹോളിൻ്റെ ഡൗൺ ആണ്. അത് നമുക്ക് ഞാൻ പറഞ്ഞില്ലേ, ചെസ്റ്റിന് 8-ൽ ഭാഗമാക്കിയിട്ട് അതിൽ നിന്ന് 1/2 മൈനസ് ചെയ്താൽ മതിയെന്ന്. അപ്പോൾ നമുക്ക് 1/2 മൈനസ് ചെയ്തിട്ട് കിട്ടിയത് 8-ൽ ഭാഗമാക്കിയിട്ട് കിട്ടിയത് 2.25 ആയിരുന്നു. അതിന് 1/2 മൈനസ് ചെയ്തിട്ട് 2.25 കിട്ടിയത്. ഈ 2.25 ഈ ഒരു 5.5 വരച്ചില്ലേ, ഇതിൽ നിന്ന് ഇങ്ങോട്ട് 2.25 എടുക്കുക. എന്നിട്ട് ഈ 2.25ക്ക് ഇങ്ങോട്ട് ജസ്റ്റ് ഒരു ചെരിച്ചൊരു കർവ് വരച്ച് കൊടുക്കുക. ഇവിടെ 5.5 എടുത്തില്ല, അപ്പോൾ നമുക്ക് ഇവിടെ 1 ഇഞ്ച് കുറച്ചിട്ട് ഇവിടെ 4.5 എടുത്താൽ മതി. അപ്പോൾ ഈ പോയിൻ്റ് നമുക്ക് ഇങ്ങോട്ട് ചെരിച്ച് ഇവിടെയാണ് ചെരിച്ച് വരച്ച് കൊടുക്കണം. പിന്നെ ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരച്ച് കൊടുക്കുക സ്ലീവിന്. അപ്പോൾ ഇങ്ങനെയാണ് സ്ലീവ് കട്ട് ചെയ്യൽ. നമുക്ക് ഇതിൽ കൂടെ കട്ട് ചെയ്തെടുക്കാം. നമുക്ക് ഈ ഫ്രണ്ടിലെ പാർട്ട് മാത്രം ചെറുതാക്കി ഒന്ന് ചെരിച്ച് കട്ട് ചെയ്ത് കൊടുക്കാണ്ട്. അപ്പോൾ ഫ്രണ്ടിലെ പാർട്ട് മാത്രം നമ്മൾ എടുത്തിട്ട് എടുത്തിട്ട് ഫ്രണ്ടിലെ പാർട്ട് മാത്രമാണ് നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുന്നത്. നമുക്ക് ഇവിടെ ഒരു അടയാളം വെച്ച് കൊടുക്കാം, ചെറുതായിട്ടൊരു അടയാളം. നമുക്ക് എന്ത് ചെയ്യാം, ഈ ഫ്രണ്ടിലെ പാർട്ട് നമുക്ക് മാറിപ്പോവാതിരിക്കാൻ ജസ്റ്റ് ഒരു നമ്മൾ കുഴിച്ച് വെട്ടിയ ഭാഗം നമ്മൾ അടയാളം വെച്ച് കൊടുക്കണം, അല്ലെങ്കിൽ നമുക്ക് മാറിപ്പോവാൻ സാധ്യത ഉണ്ട്. അപ്പോൾ ഇത്രേ ഉള്ളൂ ഷർട്ടിൻ്റെ കട്ടിങ്. അപ്പോൾ ഇനി ഇതിൻ്റെ കോളറാണ് കട്ട് ചെയ്യുള്ളത്. കോളർ ഇപ്പോൾ ഒരു 6 വയസ്സ് മുതൽ ഒരു 10 വയസ്സ് വരെയുള്ള കുട്ടികൾക്കുള്ള അളവ് നമുക്ക് ഈ ഒരു കോളറുമ്പോൾ തന്നെ ചെയ്ത് വെക്കാം. ഇനി ഞാനൊരു 8 ഇഞ്ചിലൊരു ലൈന് വരയ്ക്കുന്നുണ്ട്. ഈ ലൈനിൽ വന്ന് നമുക്കൊരു 1.25 ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കാം. പിന്നെ അവിടെ നിന്ന് 2 ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കാം. ഇതിലൂടെ നമുക്ക് സ്ട്രൈറ്റ് ആയിട്ട് വരച്ച് കൊടുക്കാം. ഇവിടെ ഒരു സ്ട്രൈറ്റ് ആയിട്ട് വരച്ച് കൊടുക്കാം.
നമുക്കിവിടെ ഒരു 7 ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കാം. ഇതിലൂടെ നമുക്കൊരു വര വരച്ച് കൊടുക്കാം. പിന്നെ നമുക്കിവിടെ ഒരു 3/4 ഇഞ്ച് എടുത്തിട്ട് അതിമേൽ മുകൾക്കൊരു വര വരച്ച് കൊടുക്കാം. ഇതാണ് നമ്മളെ കോളർ, ഇത് ബൈൻഡാണ്. നമുക്ക് ഇവിടെ ഒരു 1/4 ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കാം. ഈ 1/4 ഇഞ്ചിന്ന് നടുക്കുന്ന് ഇങ്ങനെ വന്നിട്ട് ജസ്റ്റ് ഒരു ചെറിയൊരു വളവിൽ ഇങ്ങനെ വരച്ചിട്ട് ഇവിടേക്ക് എത്തുന്ന രൂപത്തിൽ വരച്ച് കൊടുക്കുക. പിന്നെ ഇവിടെ ഒരു 1/4 ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കുക. ഇവിടെ ഒരു 1/4 ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കുക. ഇവിടെ ഒരു 2.5 ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കുക. ഈ 2.5 ഇഞ്ചിന്ന് കൊടുത്തിട്ട് ഇവിടേക്ക് വരച്ചിട്ട് പിന്നെ ഇങ്ങോട്ട് വരച്ച് കൊടുക്കുക. പിന്നെ ഇവിടെ ഒരു 1/4 ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കുക. എന്നിട്ട് ഈ 1/4 ഇഞ്ചിന്നും ചെറുതായിട്ട് ഇങ്ങനെ വരച്ചിട്ട് ഇങ്ങോട്ട് കൊണ്ടുവരിക. പിന്നെ ഇവിടെ ഒരു 1.5 ഇഞ്ച് അടയാളപ്പെടുത്തി ഈ നടുക്കുന്ന് ഇവിടേക്ക് ഒരു 1.5 ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കുക. പിന്നെ ഈ ഇതിൽ നിന്ന് നമ്മൾ വരയ്ക്കണത് ഈ കോളറിൻ്റെ മുകൾക്കാണ്. അപ്പോൾ കോളറിൻ്റെ അളവ് നമ്മൾ കട്ട് ചെയ്യാനയക്കണം. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇത് 6 വയസ്സ് 7 വയസ്സ് കുട്ടികൾക്ക് ഇങ്ങനെ അടയാളപ്പെടുത്തി കൊടുക്കുക. അപ്പോൾ 5.5 ഇവിടെയാണ് നമ്മൾ അടയാളം. അപ്പോൾ ഈ 5.5 മുതൽ ഇവിടെ ഒരു അടയാളം ഇട്ടേക്കുക. പിന്നെ ഓരോ 1/4 ഇഞ്ചിനും ഓരോ അടയാളം ഇട്ടേക്കുക. ഓരോ 1/4 ഇഞ്ച് കൂടുമ്പോഴും നമ്മൾ കോളറിന് 1/2 ഇഞ്ച് വെച്ച് കൂടും. പിന്നെ നമുക്കിതിങ്ങനെ വരച്ച് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെയാണ് കോളർ കട്ട് ചെയ്യൽ. ഇത് നമുക്ക് കട്ട് ചെയ്ത് എടുക്കാം. നമ്മൾ തുണിയിൽ വെച്ച് കൊടുക്കുമ്പോൾ ഇതിൻ്റെ ചുറ്റുവട്ടം ക്ലോത്ത് കിട്ടുന്ന രൂപത്തിലാണ് തുണിയിൽ വെച്ച് കൊടുക്കൽ. അതുപോലെ ഇതും അതുപോലെ വെച്ച് കൊടുക്കണം. അപ്പോൾ ഇതൊരു പകുതിയായിട്ടുള്ളൂ. ഇതിൻ്റെ ഇങ്ങോട്ട് ഒരു സൈഡ് കൂടെ ഉണ്ടാവും. അപ്പോൾ അത് 2 സൈഡൊക്കെ ആക്കിയിട്ടാണ് നമ്മൾ ഡ്രസ്സിൽ വെച്ച് കൊടുക്കൽ. അപ്പോൾ ഇതെല്ലാവർക്കും മനസ്സിലായി എന്ന് കരുതുന്നു. പിന്നെ നമ്മളെ ഷർട്ടിൻ്റെ അളവിന് ഈ ഒരു 2ാമത്തെ പോയിൻ്റാണ് വേണ്ടത്, അല്ലാതെ ബാക്കി പോയിൻ്റൊന്നും വേണ്ട. കാരണം നമ്മളെ നെക്കിൻ്റെ റൗണ്ട് വന്നിട്ട് 10.5 ആയിരുന്നു. അതിക്ക് +1 കൂട്ടിയിൽ 11.5 ആയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ 2ാമത്തെ പോയിൻ്റ് എടുക്കുമ്പോഴാണ് നമുക്ക് കറക്റ്റ് ആവില്ല. ബാക്കി പോയിൻ്റ് നമുക്ക് മടക്കി വെച്ചിട്ട് ക്യാൻവാസിൽ കട്ട് ചെയ്യാം. അപ്പോൾ ഇത് അളന്ന് നോക്കുമ്പോൾ നമുക്ക് 5.25 ഉണ്ടാവും. ഈ 5.25 2 അളന്നാൽ നമുക്ക് 11.5 ആയി കിട്ടും. നമ്മളെ റൗണ്ട് ഫുള്ളായിട്ട് കിട്ടും. ഞാൻ അത് കറക്റ്റായിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ സ്റ്റിച്ച് ചെയ്യുമ്പോൾ കാണിക്കാം. ഇത് ഞാൻ എന്ത് ചെയ്യുക, നമുക്കൊരു പാറ്റേൺ വരച്ചിട്ട് അതിൽ നമുക്ക് അടയാളപ്പെടുത്തിയിട്ട് ഞാനിതൊരു ഫോട്ടോ എടുത്തുകൊണ്ട് അയച്ചു തരാം. ഇതും ആ പാറ്റേൺ വരച്ചിട്ട് അതിൽ ഏതൊക്കെ ഭാഗം എവിടെയൊക്കെ അടയാളപ്പെടുത്തുള്ളതുകൊണ്ട് ഞാൻ പാറ്റേൺ എടുത്തുകൊണ്ട് വരച്ചിട്ട് ഫോട്ടോ എടുത്തുകൊണ്ട് ഇതിൽ വെക്കാം. ഞാൻ ഈ മെഷർമെൻറ്റ് വെച്ചിട്ട് ഷർട്ട് സ്റ്റിച്ച് ചെയ്യുന്നത് അടുത്ത വീഡിയോയിൽ കാണിക്കാം. ഇത് നല്ല ലെങ്തി ആയി പോയിട്ടുണ്ട്. പിന്നെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കാം. പിന്നെ എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ കമൻറ്റ് ആക്കിയാൽ മതി. അപ്പോൾ ഇതുപോലെ ആദ്യമായിട്ട് സ്റ്റിച്ച് ചെയ്യുന്നവർക്ക് നല്ലപോലെ യൂസ്ഫുള്ളായിട്ടുള്ള വീഡിയോസായിട്ട് ഇനിയും വരുന്നുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. അപ്പോൾ നെക്സ്റ്റ് പാർട്ടിൽ കാണാം.